പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹത്തിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും താൻ അനുവാദം നൽകുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മീനുവിൻ്റെ അമ്മ. ഇതോടെ മീനു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. ഈ അവസരം സുമതിയെയും കൂട്ടരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ ചെന്ന് കാണുന്ന സുമതി ഇനി വിവാഹം നടക്കില്ല, അത് ഉറപ്പ് തന്നെയാണ്. അത് നീ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാൽ മതിയോ? ഞാനല്ല, ഇത് പറയുന്നത് പാർവതിയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഉവ്വ, പാർവതി പറയുന്നത് മീനു അനുസരിക്കാൻ തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ, എനിക്ക് തോന്നുന്നില്ല. സൂരജിനെ അവൾ വിവാഹം കഴിക്കാൻ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പാർവതി പറയുന്നതൊന്നും നടക്കില്ല. നീ ആ കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ സുമതി. എന്നാൽ ഇതേ സമയം മീനുവിനെ ചെന്ന് കാണുകയാണ് സൂരജ്. മീനു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കാൻ നീ തയ്യാറാകണം. സൂരജ് സർ, എനിക്കിപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയില്ല. അതാണ് സത്യം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമ്മ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണോ? മീനു, അരുത്, അങ്ങനെ പറയരുത്. നീയില്ലാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. നിന്നിലാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കണ്ടത്. പക്ഷേ ഇനി നിന്നെ നേടണമെങ്കിൽ എൻ്റെ സത്യം മുഴുവൻ തെളിയിച്ചേ മതിയാകൂ. അതിനു വേണ്ടി പൊരുതാൻ തന്നെയാണ് ഞാനും തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ദുജിയുടെ ചതി ഞാൻ എല്ലാവരുടെയും മുൻപിൽ തെളിയിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്തേ മതിയാകൂ. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് സൂരജ് സാർ. പക്ഷേ അമ്മയുടെ വാക്ക് ധിക്കരിക്കുക, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ സൂരജും മീനുവും സംസാരിക്കുന്നത് കാണാൻ ഇടയാവുകയാണ് പാർവതി. ഇതോടെ മീനുവിൻ്റെ മനസ്സിൽ സൂരജ് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാവുകയാണ് പാർവതിക്ക്. ഇതോടെ ആകെ പകച്ചു പോകുന്നു അവർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.